ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണ്, തിയറിയുടെ ലാസ്റ്റ് എപ്പിസോഡ്, ഓസിലേഷൻസ്. നമ്മൾ ഇതുവരെ കണ്ട ടൈപ്പ് ഓസിലേഷൻസ് എല്ലാം അൺഡാംപ്ഡ് ഓസിലേഷൻ ആയിരുന്നു. വാട്ട് ഡു യു മീൻ ബൈ അൺഡാംപ്ഡ് ഓസിലേഷൻ? വൺസ് ഓസിലേഷൻ സ്റ്റാർട്ടായാൽ അത് സസ്റ്റെയിൻ ചെയ്യും. അതായത് മീഡിയത്തിൽ ഡിസിപ്പേറ്റീവ് ഫോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ത്രൂ ഔട്ട് ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യും. ഇപ്പോൾ സിമ്പിൾ പെൻഡിലാണെങ്കിൽ എന്താണോ ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ആംഗുലാർ ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? പ്രാക്ടിക്കലി അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഇല്ല. ഓൾ ഓസിലേഷൻസ് ആർ ഡാംപ്ഡ്. ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിൻ്റെ എനർജി, ദാറ്റ് ഈസ് കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ മീൻ ഇലാസ്റ്റിക്, മേ ബി ഇലാസ്റ്റിക്, ആ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ടോട്ടൽ എനർജി ലോസായി വരും. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ദാറ്റ് കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ ലോസായി വരുന്നു. ദാറ്റ് ലോസ് മേ ബി കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി ഓർ സൗണ്ട് എനർജി ഓർ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, എല്ലാ ഓസിലേഷൻസും സംഹൗ എന്താണ്? ഡാംപ്ഡ് ആണ്. ഇപ്പോൾ ഡാമ്പ് ചെയ്യാൻ എന്താണ് കാരണം? മീഡിയത്തിലുള്ള റെസിസ്റ്റീവ് ഫോഴ്സുകളാണ്. ഇപ്പോൾ സിമ്പിൾ പെൻഡുലം ലിക്വിഡിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ വി നെഗ്ലക്റ്റ് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു, പക്ഷെ പ്രാക്ടിക്കലി വിസ്കസ് ഫോഴ്സ് ഉണ്ട്. സിമ്പിൾ പെൻഡുലം എയറിൽ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എയറിൻ്റെ വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നു ഡാമ്പിംഗ് ഫോഴ്സ്. എന്താണ് ഡാമ്പിംഗ് ഫോഴ്സ്? ഡാമ്പിംഗ് ഫോഴ്സ് ഓർ വിസ്കസ് ഫോഴ്സ്. ഡാമ്പിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് എഫ് വി ഈസ് ഈക്വൽ ടു മൈനസ് ബി വി. ബി ആരാണ്? ബി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. B is a positive constant called damping factor. പിന്നെ എന്തിനാ നെഗറ്റീവ് സൈൻ? നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ഡാമ്പിംഗ് ഫോഴ്സ് എപ്പോഴും ബോർഡർ വെലോസിറ്റി എവിടേക്കാണോ അതിന് ഓപ്പോസിറ്റ് ആണ്. ഇതാ വെലോസിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് കാണിക്കാനാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരുന്നത്. അതായത് ഡാമ്പിംഗ് ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. വെലോസിറ്റി കൂടുതൽ എവിടെയാണോ അവിടെയാണ് ഡാമ്പിംഗ് ഫോഴ്സ് കൂടുതൽ. നിങ്ങൾക്കറിയാം, സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ എവിടെയാണ് ബോബ് പാസ് ചെയ്യുന്നത്? നമുക്കറിയാം, മീൻ പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് മീൻ പൊസിഷൻ. നമുക്കറിയാം, മൂവ് ചെയ്ത് എക്സ്ട്രീമിൽ എത്തുമ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് ആണെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ആവുമല്ലോ. ആ ഇൻസ്റ്റൻറ്റിൽ ഡാമ്പിംഗ് ഫോഴ്സ് ഓർ വിസ്കസ് ഫോഴ്സ് 0 ആണ്. മൂവ് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ആക്ട് ചെയ്യുന്നുള്ളൂ? ഡാമ്പിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് മീൻ പൊസിഷൻ ആൻഡ് 0 അറ്റ് എക്സ്ട്രീം പൊസിഷൻ. റൈറ്റ്? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്വേഷനാണ് ഡാമ്പിംഗ് ഫോഴ്സ് ഓർ വിസ്കസ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വി. റിമെമ്പർ ദിസ് ബി ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഇറ്റ്സ് മെറ്റീരിയൽ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോബ്, ആൾസോ ഓൺ ദ നേച്ചർ ഓഫ് ദ സറൗണ്ടിങ് മീഡിയം. ഓക്കെ. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ബോബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയലിനെയും അതുപോലെ തന്നെ ബോബ് ഓസിലേറ്റ് ചെയ്യുന്ന മീഡിയത്തിൻ്റെ മെറ്റീരിയലിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ് ആൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദ ബോബ്. ഓക്കെ. സോ ഡാമ്പിംഗ് ഫോഴ്സ് എഫ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ബി വി. സോ നമുക്കറിയാം, നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്നു എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ മൈനസ് കെ എക്സ് എന്ന് മാത്രമാണ് എഴുതിയിരുന്നത്. അൺഡാംപ്ഡ് ആണെങ്കിൽ. ഡാംപ്ഡ് ആണെങ്കിൽ പ്ലസ് എന്തുകൂടെ വേണം? മൈനസ് ബി വി കൂടെ വേണം. അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു നെറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ മൈനസ് കെ എക്സ് പ്ലസ് ബി വി എന്ന് എഴുതാം നമുക്ക്. ഇതാ ഇക്വേഷൻ, മൈനസ് കെ എക്സ് പ്ലസ് ബി വി. അഡീഷണൽ ആയിട്ട് ബി വി വരാനുള്ള കാരണം എന്താണ്? ഡാംപ്ഡ് ആണ് ഓസിലേഷൻ. വേർ ബി ഇസ് ദ ഡാമ്പിംഗ് ഫാക്ടർ, വി ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. വെലോസിറ്റി മാറുമ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് മാറും, ബട്ട് ഡാമ്പിംഗ് ഫാക്ടർ ഈസ് എ കോൺസ്റ്റൻറ്റ്. കേട്ടോ? ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ എം എ. അപ്പോൾ എം എ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എക്ക് പകരം നമ്മൾ എന്ത് എഴുതുന്നു? ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ. എക്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് പ്ലസ് ബി വി. ഓക്കെ. ദെൻ നമുക്കിതെല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ദ മൈനസ് ബി വി ലെഫ്റ്റ് സൈഡിൽ വരുന്നു, ബി ഇൻറ്റു വി പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. This is the differential equation for damped oscillator.
അൺഡാംപ്ഡ് ഓസിലേറ്റർ ആകുമ്പോൾ നമുക്കറിയാം ഈ ടേം ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ എഴുതാം? വെലോസിറ്റി ഈസ് ഡി എക്സ് ബൈ ഡി ടി. ഇതാ ഇക്വേഷൻ കണ്ടോ? അപ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം, മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരുന്നു? ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് എന്താ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ബി ബൈ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഫൈനൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഡാംപ്ഡ് ഓസിലേറ്റർ, നോട്ട് അൺഡാംപ്ഡ്, ഡാംപ്ഡ് ഓസിലേറ്റർ. ദെൻ നമുക്കറിയാം ഈ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0, അതായത് ഈ ടേം ഇല്ലാതെ, അതാണല്ലോ അൺഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എക്സിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A0 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ് അതിൻ്റെ സൊല്യൂഷൻ. വേർ A0 ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഒമേഗ ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേറ്റർ, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആണല്ലോ. പക്ഷേ ഇവിടെ നമുക്കറിയാം ഇക്വേഷൻ ഇങ്ങനെയല്ല. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ അൺഡാംപ്ഡ് ഓസിലേറ്റർ. ഇതാണ് ഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ. അപ്പം അതിൻ്റെ സൊല്യൂഷനിലും വ്യത്യാസമുണ്ട്. നിങ്ങളതിൻ്റെ ഡെറിവേഷൻ പഠിക്കാനില്ല നിങ്ങൾക്ക്, നിങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചോളൂ. എക്സ് ഈക്വൽ ടു A0 ഇ റേസ് ടു മൈനസ് ബി ബൈ 2m ഇൻറ്റു ടി ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി പ്ലസ് ഫൈ. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ എക്സ്. നോക്കി, ഇൻട്രസ്റ്റിംഗ് സംഭവം. ഇവിടെ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ടേം എന്തല്ല, ഒരു കോൺസ്റ്റൻ്റ് അല്ല. അൺഡാംപ്ഡ് ഓസിലേറ്ററിന് ആംപ്ലിറ്റ്യൂഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്, പക്ഷെ ഡാംപ്ഡ് ഓസിലേറ്ററിന് ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. നോക്കൂ, എ ഡാഷ് എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഡാംപ്ഡ് ഓസിലേറ്റർ ഇറ്റ് ഈസ് ഈക്വൽ A0 ഇ റേസ്ഡ് ടു മൈനസ് ബി ബൈ 2m ഇൻറ്റു ടി. സി ദ ഇക്വേഷൻ, ഇൻ ദ ഇക്വേഷൻ ടി, ദാറ്റ് ഈസ് amplitude depends on time. Amplitude depends on time. അൺഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷെ ഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു കോൺസ്റ്റൻ്റ് അല്ല. നിങ്ങൾ നോക്കൂ, ആദ്യം A0 ഉണ്ടായിരുന്നു, A0, പിന്നെ ആ കുറഞ്ഞു പോയി, വീണ്ടും കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, കുറഞ്ഞു കുറഞ്ഞു, അങ്ങനെ ടൈം ഇൻഫിനിറ്റി ആകുമ്പോൾ, ടൈം ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, ടൈം കൂടി 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 കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആംപ്ലിറ്റ്യൂഡ് 0 ആകും, ഇല്ലാതെയാവും. അതായത് ഡൈ ഔട്ട് ആയി പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഇൻ കേസ് ഓഫ് എ ഡാംപ്ഡ് ഓസിലേറ്റർ ആംപ്ലിറ്റ്യൂഡ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. വെൻ ടൈം ഇൻക്രീസസ് ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ്. ഇപ്പം നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഗ്രാഫ് മാത്രം വരച്ചാൽ എന്ത് സംഭവിക്കും? ആംപ്ലിറ്റ്യൂഡും ടൈമും തമ്മിലുള്ള ഗ്രാഫ് വരച്ചു. ഇനീഷ്യലി വാല്യൂ A0 ഉണ്ടായിരുന്നു, സമയം കഴിഞ്ഞു പോയി. ആംപ്ലിറ്റ്യൂഡിൻ്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? കുറച്ച് കഴിയുമ്പോൾ നോക്കൂ, ഇത് കുറഞ്ഞ് 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 അങ്ങ് 0 ആവും. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് ടൈം. ഇത് എക്സിൻ്റെ വാല്യൂ ആണ് കേട്ടോ. എക്സും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ആദ്യം എക്സിൻ്റെ വാല്യൂ എത്ര ഉണ്ട്? A0 ഉണ്ട്. അടുത്തതിൽ A0-നേക്കാളും കുറവാണ്, പിന്നെ അതിനേക്കാൾ കുറവാണ്, കുറഞ്ഞ് 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 വരുന്നു. നിങ്ങൾക്കറിയാം, ഇത് അൺഡാംപ്ഡ് ഓസിലേഷൻ ആയിരുന്നെങ്കിൽ ഇതാ കണ്ടോ, ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ആംപ്ലിറ്റ്യൂഡ് എന്തായി നിൽക്കുമായിരുന്നു? കോൺസ്റ്റൻ്റ് ആയി നിൽക്കുമായിരുന്നു. അതായത് ഈ ഹൈ വാല്യൂ ഉണ്ടല്ലോ, ഇറ്റ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ അത് കോൺസ്റ്റൻ്റ് അല്ല. എന്ത് ചെയ്യുന്നു? ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്ത് വരുന്നു. ആംപ്ലിറ്റ്യൂഡ് A0 ഇൻറ്റു ഇ റേസ്ഡ് മൈനസ് ബി ബൈ 2m ഇൻറ്റു ടി എന്നാണ് ആ വേരിയേഷൻ. ക്ലിയർ ആയല്ലോ? ഇതുപോലെ തന്നെ നമുക്ക് ഫ്രീക്വൻസിയിലേക്ക് വരാം. അപ്പോൾ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു വിസ്കസ് മീഡിയത്തിലാണെങ്കിൽ ഇതാ നോക്കൂ, ഒമേഗ ഡിയുടെ വാല്യൂ നോക്കൂ. ഒമേഗ ഡി ഈക്വൽ ടു ഒമേഗ ഡി എന്ന് പറയുമ്പോൾ അയാളുടെ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് കെ ബൈ എം മൈനസ് ബി ബൈ 2m ഓൾ സ്ക്വയർ.
അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിൽ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് മാത്രമല്ലേ നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒമേഗ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് നോക്കൂ കെ ബൈ എം എന്ന് പറയുമ്പോൾ ആരാണത്? ഒമേഗ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 4m² എന്ന് വരുന്നു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ഒമേഗ ഡി, അതായത് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ ഡാമ്പിംഗ് ഫാക്ടർ ബട്ട് ഇറ്റ് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ്. ആംപ്ലിറ്റ്യൂഡ് അങ്ങനെയല്ലായിരുന്നു. ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്ത് വരുന്നു. ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ബട്ട് ദിസ് ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ ഡാമ്പിംഗ് ഫാക്ടർ ബട്ട് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അതായത് വിസ്കസ് ആയിട്ടുള്ളൊരു മീഡിയം ആണെങ്കിൽ ഫ്രീക്വൻസി ഈസ് എ ഡിക്രീസ്ഡ് വാല്യൂ ബട്ട് ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ആംപ്ലിറ്റ്യൂഡ് അങ്ങനെയല്ല. ആംപ്ലിറ്റ്യൂഡ് ഓരോരോ പ്രാവശ്യം എന്ത് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഊഞ്ഞാലാടുകയാണെങ്കിൽ ഇനീഷ്യലി ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എവിടെ എത്തി, തിരിച്ചു വന്നു, ഇവിടെ വന്നു, തിരിച്ച് വീണ്ടും അവിടേക്ക് അത്രയും പോവില്ല. ഓരോന്നിനും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് ഫൈനലി എവിടെ വന്ന് സ്റ്റോപ്പ് ആവും? മീൻ പൊസിഷനിൽ വന്ന് സ്റ്റോപ്പ് ആവും. ഇപ്പം എന്താണ് ഡാംപ്ഡ് ഓസിലേറ്റർ? ഓസിലേറ്റർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ എ വിസ്കസ് മീഡിയം, മേ ബി എയർ ഓർ വാട്ടർ ഓർ എനി അതർ ലിക്വിഡ്. ഓർമ്മിച്ച് വെച്ചോളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ബൈ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ 0 is the differential equation for damped oscillation. The solution x of t is equal to a0 e raised to minus b by 2m into t into sin omega dt plus phi is a solution for the equation. Here amplitude is not a constant. Amplitude is equal to a0 e raised to minus b by 2m into t, that is amplitude depends on time, and frequency omega d is equal to root of k by m minus b square by 4m². ഓർമ്മിക്കുക, this frequency of the damped oscillator is a decreased value but it is independent of time. കണ്ടോ, ഇതിനകത്ത് ആര് വരുന്നില്ല? ടൈം എന്നുള്ള ഒരു എലമെന്റ് വരുന്നില്ല. പക്ഷെ ഇവിടെ ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഡാംപ്ഡ് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് കുറഞ്ഞ് വരും. ഫ്രീക്വൻസി ഈസ് എ ഡിക്രീസ്ഡ് വാല്യൂ ബട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് എനർജിയെ കുറിച്ച് നോക്കാം. എനർജി എങ്ങനെയായിരിക്കും? ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിന് എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത്? എനർജി ഓഫ് എ ഡാംപ്ഡ് ഓസിലേഷൻ. ഇപ്പം എനർജി കാണാനുള്ള ജനറൽ എക്സ്പ്രഷൻ എല്ലാവർക്കും അറിയാം. എന്താണ് ജനറൽ എക്സ്പ്രഷൻ? ഇ ഈസ് ഈക്വൽ ടു കമോൺ ഹാഫ് കെ എക്സ് എ സ്ക്വയർ. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് ഹാഫ് എം ഒമേഗ സ്ക്വയർ. എ സ്ക്വയർ ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി ഓഫ് എ അൺഡാംപ്ഡ് ഓസിലേറ്റർ. ഡാംപ്ഡ് ഓസിലേറ്ററിലേക്ക് വരുമ്പോൾ എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് എം ഒമേഗ സ്ക്വയർ. ഒരു കാര്യം ചെയ്യാം, ഒമേഗയ്ക്ക് പകരം പുതിയ വാല്യൂ ഉണ്ട്. അപ്രോക്സിമേറ്റ്ലി ഒമേഗ കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. കാര്യമായ ചേഞ്ച് ഇല്ലെന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി അപ്രോക്സിമേറ്റ്ലി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഡാമ്പിംഗ് ഫാക്ടർ ഈസ് വെരി സ്മോൾ എന്നും എന്നിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഫ്രീക്വൻസി സെയിം എന്നും വിചാരിക്കാം. പക്ഷേ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷനിൽ മാറ്റം വരുത്തിയേ പറ്റൂ. കാരണം ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. അപ്പോൾ a0 e raised to minus b by 2m into t the all square ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആവും അല്ലേ? ഇപ്പോൾ എനർജി കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരുന്നു? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ബൈ എം ഇൻറ്റു ടി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഈ ടേം നമുക്ക് എന്താക്കി എടുക്കാം? ഇനീഷ്യലി ഉണ്ടായിരുന്ന എനർജി ആക്കി എടുത്തോളൂ. ഹാഫ് എം ഒമേഗ സ്ക്വയർ a0 സ്ക്വയർ ഉണ്ട് കേട്ടോ, a0 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു ഇ നോട്ട് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ബൈ എം ഇൻറ്റു ടി എന്ന് എഴുതാം. ഇതാണ് എനർജി കാണാനുള്ള ഇക്വേഷൻ. ഇവിടെ ഒരു അസംഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഫ്രീക്വൻസി ഈസ് അപ്രോക്സിമേറ്റ്ലി എ കോൺസ്റ്റൻറ്റ് ബിക്കോസ് ഡാമ്പിംഗ് ഫാക്ടർ ഈസ് വെരി വെരി സ്മോൾ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഞാൻ ഈ ഗ്രാഫുകളൊന്ന് വരച്ചു തരാം നമുക്ക്. ഇതാ എനർജിയും ടൈമും തമ്മിലുള്ള ഗ്രാഫ്. ലൈക്ക് അത് എങ്ങനെ ഇരിക്കും?
ആംപ്ലിറ്റ്യൂഡും ടൈമും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയാണോ ഏകദേശം അതുപോലെ ഇരിക്കും. സ്ലോപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നോക്കൂ, എനർജിയുടെ ഗ്രാഫ് എങ്ങനെ വരും? എനർജിയുടെ ഗ്രാഫ് ഇനീഷ്യലി എനർജി എത്ര ഉണ്ടായിരുന്നു? E0. ദെൻ അത് ഡിക്രീസ് ചെയ്ത് വരുന്നു. ഇതിൻ്റെ വാരിയേഷൻ എങ്ങനെയാണ്? E0 ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു E റേസ്ഡ് മൈനസ് B/m ഇൻറ്റു T. ആംപ്ലിറ്റ്യൂഡ് ഇനീഷ്യലി ആരായിരുന്നു? A0 ആയിരുന്നു അല്ലേ? പിന്നെ അതിന് ശേഷം അത് കുറഞ്ഞു വരുന്നു. ഇവിടെ സ്ലോപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു A ഈസ് ഈക്വൽ ടു A0 E റേസ്ഡ് മൈനസ് B/2m ഇൻറ്റു T ഉണ്ടോ? ഇവിടെ B/m ഇൻറ്റു T, ഇവിടെ B/2m ഇൻറ്റു T. ഫ്രീക്വൻസി ഞാൻ പറഞ്ഞു, എനർജി കാണുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഫ്രീക്വൻസി എന്താക്കി എടുക്കുന്നു? കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നു കേട്ടോ. അപ്പോൾ വാട്ട് ഈസ് ഡാംപ്ഡ് ഓസിലേറ്റർ? ഓസിലേറ്റർ ഇൻ വിച്ച് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് എനർജി ഡിക്രീസസ് വിത്ത് ടൈം. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ എനർജിയും ആംപ്ലിറ്റ്യൂഡും കുറഞ്ഞു വരുന്ന ഓസിലേഷനെയാണ് നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അതിന് കാരണം അവർ ഓസിലേറ്റ് ചെയ്യുന്ന മീഡിയത്തിൽ റെസിസ്റ്റീവ് ഫോഴ്സുകളുണ്ട്. അവർ എനർജി പല രൂപത്തിൽ ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ എനർജി പോകുന്നത്? ഊഞ്ഞാലാടുന്ന സമയത്ത് നമ്മുടെ എനർജി എന്ന് പറയുമ്പോൾ എയറുമായിട്ട് നമ്മൾ ബോഡി ഇൻട്രാക്ട് ചെയ്യും. നമ്മുടെ ബോഡി കുറേ എനർജി എന്തായിട്ട് ഹീറ്റ് എനർജി ആയിട്ട് എയറിലോട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കളയുന്നത് കൊണ്ടാണ് നമ്മുടെ ഊഞ്ഞാലാട്ടം സ്റ്റോപ്പ് ആവുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു ഊഞ്ഞാലുമ കയറിയിരിക്കുന്നു, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു, അയാൾ പോയി എന്ന് വിചാരിക്കൂ. എന്ത് സംഭവിക്കും? അൺഡാംപ്ഡ് ഓസിലേഷൻ ആണെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട് തന്ന മസ്കുലാർ എനർജി കൺവെർട്ടഡ് ടു കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ആ ടോട്ടൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെയാണോ? അല്ലല്ലോ. എന്താ കാരണം? ഊഞ്ഞാലിടുമ്പോൾ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് സ്റ്റോപ്പ് ആവും. കാരണം ഓരോരോ സൈക്കിളിലും എന്ത് സംഭവിക്കും? എ പാർട്ട് ഓഫ് എനർജി വിൽ ബി ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അങ്ങനെയാണ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാട്ടറിനകത്താണ് നമ്മൾ ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നില്ലേ? അതിന് കാരണം മീഡിയം മാറുമ്പോൾ ഡാമ്പിങ് ഫോഴ്സും ചേഞ്ച് ആവുന്നു. അപ്പോൾ വേറെ ഒരു കുറച്ചുകൂടെ വിസ്കസ് ആയിട്ടുള്ള ഗ്ലിസറിനിലാണ് നിങ്ങൾ ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിലോ വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. കാരണം അവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്, ഡാമ്പിങ് ഫോഴ്സ് വളരെ കൂടുതലാണ്. അപ്പോൾ എനർജിയെക്കുറിച്ചും ആംപ്ലിറ്റ്യൂഡിനെക്കുറിച്ചും ഫ്രീക്വൻസിയെക്കുറിച്ചും നിങ്ങൾക്ക് ക്ലിയറായി. ഞാനൊരു ഹോംവർക്ക് തരാം, എഴുതിക്കോളൂ. യെസ്, the amplitude of a damped oscillator decreases to half. Amplitude of a damped oscillator decreases to half in 10 oscillations. 10. Okay? Then what is the new amplitude when it completes 20 oscillations? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ആംപ്ലിറ്റ്യൂഡാണ്. A ഈക്വൽ ടു A0 E റേസ്ഡ് മൈനസ് B/2m ഇൻറ്റു T. ആദ്യത്തെ കേസിൽ A ബിക്കം A0/2. സെക്കൻഡ് കേസിൽ നമുക്കറിയില്ല, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ ചെയ്യൂ. ഓക്കെ. യെസ്, ഓർ നെക്സ്റ്റ് ഡിസ്കഷൻ ടോപ്പിക് ഫോഴ്സ്ഡ് ഓസിലേഷൻസ്. ഈ ഫോഴ്സ്ഡ് ഓസിലേഷൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്താ അറിയണം? വാട്ട് ഈസ് അൺഡാംപ്ഡ് ഓസിലേഷൻ, വാട്ട് ഈസ് ഡാംപ്ഡ് ഓസിലേഷൻ, രണ്ടും നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്. സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ്. ഇനീഷ്യലി ഒരു സ്പ്രിംഗ് മാത്രം. ക്ലിയർ ആണല്ലോ? സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു. ചെറിയൊരു സ്ട്രെച്ചിങ് കാണാൻ നിങ്ങൾക്ക്. അതിന് കാരണം ആ സ്പ്രിങ്ങിൻ്റെ സ്വന്തം വെയിറ്റ് ആണ്. ഇറ്റ്സ് ഓൺ വെയിറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. യു നെഗ്ലക്ട് ദ വെയിറ്റ് ഓഫ് ദ സ്പ്രിങ്. ഓക്കെ, ദെൻ യു അറ്റാച്ച് എ മാസ് അറ്റ് ദ ലോവർ എൻഡ്. അപ്പർ എൻഡ് റിജിഡ്ലി ക്ലാമ്പ് ചെയ്ത് ലോവറിൽ നമ്മളൊരു മാസ് ഫിക്സ് ചെയ്തു. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ, സ്പ്രിങ് സ്ട്രെച്ചഡായി. എന്താ റീസൺ? ഇതിൻ്റെ വെയിറ്റ് എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നു? താഴേക്ക് ആക്ട് ചെയ്യുന്നു. സ്പ്രിങ് കുറച്ച് ദൂരം സ്ട്രെച്ചഡ് ആയിട്ടുണ്ട്. എക്സ് ദൂരമാണ് സ്ട്രെച്ചഡ് ആയതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ mg = kx ആണല്ലോ. ഇനി അതിന് ശേഷമാണ് ഞാൻ ഈ മാസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇപ്പോൾ ഇയാളുടെ എനർജി 0 ആണല്ലേ? ആരുടെ? ബ്ലോക്കിൻ്റെ സ്റ്റോർഡ് എനർജി 0. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ ഇയാളെ അഡീഷണൽ ആയിട്ട് ഡിസ്റ്റർബ് ചെയ്തു, എന്നിട്ട് റിലീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, അയാൾ ഓസിലേറ്റ് ചെയ്യുന്നു. ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എല്ലാവർക്കും അറിയാം. ടൈം പീരീഡ് T = 2π√m/k, where m is the mass of the block and k is the spring constant. എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഓസിലേഷന് നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ ഓസിലേഷൻ. കമോൺ, നാച്ചുറൽ ഓസിലേഷൻ. പക്ഷേ നമുക്ക് വീണ്ടും അറിയാം,
all natural oscillations eventually die out due to the presence of resistive forces in the medium. അപ്പോൾ സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓസിലേഷൻ കഴിയുമ്പോഴും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഡിക്രീസ് ചെയ്ത് ഫൈനലി സ്റ്റോപ്പ് ആവും. ക്ലിയർ അല്ലേ മൈ പോയിന്റ്? അങ്ങനെയാണെങ്കിൽ ആ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യണമെങ്കിൽ യു ഷുഡ് അപ്ലൈ സം എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ഓസിലേഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് കാൾഡ് ഫോഴ്സ്ഡ് ഓസിലേഷൻ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി പീരിയോഡിക്. ഡാംപ്ഡ് ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയാതെ അതുപോലെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആവരുത്. എങ്ങനെയായിരിക്കണം? പീരിയോഡിക്. എന്താ കാരണം? നമുക്കറിയാം വെലോസിറ്റി കൂടുമ്പോഴാണ് ഡാമ്പിംഗ് ഫോഴ്സ് കൂടുന്നത്. മാക്സിമം വെലോസിറ്റി വരുന്നത് എവിടെയാണ്? നമുക്കറിയാം മീൻ പൊസിഷനിൽ. അങ്ങനെയാണെങ്കിൽ മാക്സിമം എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതും എവിടെയാണ്? മീൻ പൊസിഷനിലാണ്. ബോഡി ഓസിലേറ്റ് ചെയ്ത് എക്സ്ട്രീമിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? വെലോസിറ്റി കുറയും. അപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് കുറയും. അപ്പോൾ ആ ഡാമ്പിംഗ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന പീരിയോഡിക് ഫോഴ്സും ഡിക്രീസ് ആവണം. എക്സ്ട്രീമിലെത്തുമ്പോൾ നമുക്കറിയാം ബോഡി ഒന്ന് സ്റ്റോപ്പാവും. ആ സമയത്ത് വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആകുന്ന സമയത്ത് ഡാമ്പിംഗ് ഫോഴ്സ് 0 ആണ്. ഡാമ്പിംഗ് ഫോഴ്സ് 0 ആവുന്ന സമയത്ത് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സും 0 വരണം. അപ്പോൾ ഓർമ്മിക്കുക, ഒരു ഡാംപ്ഡ് ഓസിലേറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്? ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആക്കി മാറ്റുന്നു. എന്താ ടെക്നിക്? അപ്പോൾ ഇനീഷ്യലി അറിയേണ്ട കാര്യം ഇതാണ്. എ സിസ്റ്റം disturbed from its equilibrium position, it oscillates with its natural frequency. Such oscillations are called free oscillations. All free oscillations eventually die out due to the presence of damping forces, that is resistive forces. So in order to overcome this, you should apply some external force. So oscillation with the help of external force is called forced oscillations. Okay, ഇനി അറിയേണ്ട കാര്യം, that external force must be periodic. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലോട്ട് പോകാം നമുക്ക്. യെസ്, അപ്പോൾ നമുക്കറിയാം ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം എ. ബോഡി ഓസിലേറ്റ് ചെയ്യുന്നു, ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഫോഴ്സാണ് എഫ് ഈസ് ഈക്വൽ എം എ, വേർ എ ഈസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ദെൻ എഫ് ഈസ് ഈക്വൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ മൈനസ് കെ എക്സ് എന്നായിരുന്നു. ആരാണെങ്കിൽ അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണല്ലോ. പ്ലസ് മൈനസ് ബി വി എന്നും കൂടെ വരുന്നു. ആരാണെങ്കിൽ ഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിൽ. ബി ആരാ? ഡാമ്പിംഗ് ഫാക്ടർ. എന്തിനാ മൈനസ് സൈൻ? ഡാമ്പിംഗ് ഫോഴ്സ് എപ്പോഴും ബോർഡർ മോഷനെ ഓപ്പോസ് ചെയ്യുന്നു. പ്ലസ് ഇതാ ഇവിടെ നമ്മൾ ഒരാളെ കൂടെ ആഡ് ചെയ്യുന്നു. ആരാണ്? F0 കോസ് ഒമേഗ ഡി ടി. ക്ലിയർ ആയോ? F0 കോസ് ഒമേഗ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോഴ്സ്ഡ് ഓസിലേറ്ററിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത പീരിയോഡിക് ഫോഴ്സാണത്. എന്തിനാ ഫോഴ്സ് പീരിയോഡിക് എന്ന് പറഞ്ഞത്? നമുക്കറിയാം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഡാമ്പിംഗ് ഫോഴ്സ് ഒരുപോലെയല്ല. ഇപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് എങ്ങനെയാണോ വാരി ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്തു? പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ആ പീരിയോഡിക് ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ ആണ് F0, പീക്ക് വാല്യൂ. ഒമേഗ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസി ഉപയോഗിച്ചല്ലോ, പീരിയോഡിക് എക്സ്റ്റേണൽ ഏജൻസി, അയാളുടെ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡി. ഓൾറെഡി സിസ്റ്റത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്, അതിനെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് പറയുക. അതല്ല, ഇതെന്താണ്? നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡി. ഓക്കെ, ദെൻ നമുക്ക് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എം ഇൻറ്റു ആക്സലറേഷന് പകരം നമുക്ക് d²x/dt² എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ബി വി ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു, ഇക്വേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ബി ഇൻറ്റു dx/dt പ്ലസ് ഇതാ കെ എക്സ് ഈക്വൽ ടു, നമ്മൾ ചെയ്തത് എന്താണ്? എം എ ഈക്വൽ ടു ദിസ് വൺ, ദെൻ കെ എക്സിനെയും ബി വിയെയും ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു. F0 കോസ് ഒമേഗ ഡി ഈക്വൽ ടു F0 കോസ് ഒമേഗ ഡി ടി. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇതിന് സൊല്യൂഷൻ വേണം. ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്.
എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു പിന്നെ ഡെറിവേഷൻ പാർട്ട് പഠിക്കാനില്ല നിങ്ങൾക്ക്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് ഫൈ. ഇതാണ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഓർമ്മിച്ച് വെച്ചോളൂ. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആരെക്കുറിച്ച് പറയാം? എ എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ്ഡ് ഓസിലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ഒരു വെറൈറ്റി ഇക്വേഷനാണ്. ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു F0 ബൈ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് ദ ഡെറിവേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ പറഞ്ഞു, നിങ്ങളത് ബൈഹാർട്ട് ചെയ്തോളൂ. പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ഓൾ റേസ്ഡ് ടു, ഇവിടെ എം സ്ക്വയർ ഉണ്ട്, ഓൾ റേസ്ഡ് ടു 1/2. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ F0 ബൈ എം സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ഓൾ റേസ്ഡ് ടു 1/2. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പം അൺഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഡാംപ്ഡ് ഓസിലേറ്റർ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരുന്നു. A0 e റേസ്ഡ് മൈനസ് ബി ബൈ 2m ഇൻറ്റു ടി ആയിരുന്നു ഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്ഡ് ഓസിലേറ്റർ ഡിപ്പെൻഡ്സ് ഓൺ F0. വാട്ട് ഈസ് F0? F0 ഈസ് ദ പീക്ക് വാല്യൂ ഓഫ് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ്. എം ഓസിലേറ്റ് ചെയ്യുന്ന ബോഡിയുടെ മാസ്, ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസി. സിസ്റ്റം ഇനീഷ്യലി നമ്മൾ ഡിസ്റ്റർബ് ചെയ്തല്ലോ, ആ സമയത്ത് സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയാണ്, ആംഗുലാർ ഫ്രീക്വൻസിയാണ് ഒമേഗ. ഒമേഗ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡി. ബി പിന്നെ എല്ലാവർക്കും അറിയാം, ബി ഈസ് ഡാമ്പിംഗ് ഫാക്ടർ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ദ ബോബ്, ഷേപ്പ് ഓഫ് ദ ബോബ്, മീൻസ് ദ ബ്ലോക്ക് അറ്റാച്ച്ഡ് ടു ദ സിസ്റ്റം, മെറ്റീരിയൽ ഓഫ് ദ object means body, and nature of the surrounding medium. ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടത് കേട്ടോ. ദെൻ വാട്ട് അബൌട്ട് ഒമേഗ ഡി? ഇറ്റ് ഈസ് ഒമേഗ ഡി എന്ന് പറയുമ്പോൾ അതാരാ? ഫ്രീക്വൻസി ഓഫ് ഡ്രൈവർ. അതായത് ഇതാണല്ലോ ഡ്രൈവിംഗ് ഫോഴ്സ്, ഇയാളുടെ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡി. ഫ്രീക്വൻസി ഓഫ് ഡ്രൈവർ, ഡ്രൈവിംഗ് ഫ്രീക്വൻസി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മെമ്മറിയിലേക്ക് കൊണ്ടുവരണം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ എ കോസ് ഒമേഗ ഡി ടി പ്ലസ് 5. ഹിയർ എ ഈസ് ഈക്വൽ ടു F0 ബൈ എം സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ഓൾ റേസ്ഡ് 1/2. അപ്പോൾ ഈ ആംപ്ലിറ്റ്യൂഡ് തീരുമാനിക്കുന്നത് ആരെല്ലാം ചേർന്നാണ്? എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ, മാസ്, ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ, ഫ്രീക്വൻസി ഓഫ് ദ ഡ്രൈവർ, ദെൻ ഡാമ്പിംഗ് ഫാക്ടർ. ഓക്കെ, നോക്കൂ, ഇതാ ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഇയാളെ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്തു, റിലീസ് ചെയ്യുന്നു, അയാൾ ഓസിലേറ്റ് ചെയ്യുന്നു. ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ദിസ് ഒമേഗ, നാച്ചുറൽ ഫ്രീക്വൻസി. ടൈം പീരീഡ് 2π√m/k, എൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. അതിന് 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒമേഗ കിട്ടും. ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ നോക്കൂ, ഇയാൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇയാളുടെ ഫ്രീക്വൻസി ഒമേഗ, പക്ഷേ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അയാൾ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു, ഫൈനലി അയാൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ സ്റ്റോപ്പ് ആവാതിരിക്കാൻ എക്സ്റ്റേണൽ ഏജൻസി ഞാനാണെന്ന് വിചാരിച്ചോളൂ, എൻ്റെ കൈ ഒരു വൈബ്രേറ്ററാണെന്ന് വിചാരിച്ചോളൂ. ഇതാ ഞാൻ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നു, ഞാൻ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഫ്രീക്വൻസി തീരുമാനിച്ചത് ആരാ? ഞാനല്ലേ, എൻ്റെ മസ്കുലാർ ഫോഴ്സ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡി. അപ്പോൾ ഒരു സിസ്റ്റം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഇനീഷ്യലി ദാറ്റ് സിസ്റ്റം ഓസിലേറ്റ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. ദെൻ നമ്മൾ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് സംഭവിക്കും അറിയാമോ നിങ്ങൾക്ക്? ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണെങ്കിൽ അല്പസമയത്തിനകത്ത് എന്ത് സംഭവിക്കും? ഓസിലേറ്റർ തൻ്റെ ഫ്രീക്വൻസി ഡ്രൈവറുടെ ഫ്രീക്വൻസിയിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ ഇനീഷ്യലി ദ സിസ്റ്റം ഓസിലേറ്റ് വിത്ത് ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. വെൻ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈഡ്, after a small time interval, the oscillator
changed its frequency to the driving frequency. Then ചില കേസുകളിൽ എന്ത് സംഭവിക്കും അറിയാമോ നിങ്ങൾക്ക്? ഈ ഓൾറെഡി സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും അയാളെ എക്സ്റ്റേണലി സഹായിക്കുന്ന ആ ഏജൻസിയുടെ ഫ്രീക്വൻസിയും സെയിമായി വരാം. അങ്ങനെ വന്നാൽ നമ്മളവിടെ റെസണൻസ് നടന്നു എന്ന് പറയും. എപ്പോൾ മാത്രം? ഓൾറെഡി ഉള്ള നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഏജൻസിയുടെ ഫ്രീക്വൻസിയും സെയിമായിട്ട് വരാം. അങ്ങനെ വന്നാൽ അതിന് നമ്മൾ റെസണൻസ് എന്ന് പറയും. പക്ഷെ അത് കമ്പൽസറി ഒന്നുമല്ല. എക്സ്റ്റേണൽ ഏജൻസിയുടെ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അല്പസമയത്തിനകത്ത് നാച്ചുറൽ ഫ്രീക്വൻസി ഡൈ ഔട്ട് ആയി പോവും. പകരം അത് ആരുടെ ഫ്രീക്വൻസിയിലേക്ക് മാറും? ഡ്രൈവറുടെ ഫ്രീക്വൻസിയിലേക്ക് മാറും. ഓക്കെ, ഇപ്പോൾ 2 സ്പെഷ്യൽ കേസുകളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. ഫസ്റ്റ് കേസ് നോക്കാം. സ്മോൾ ഡാമ്പിംഗ്, ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഫാർ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി. സ്മോൾ ഡാമ്പിംഗ്, ദാറ്റ് ഈസ് ബി ഈസ് അപ്രോക്സിമേറ്റ്ലി 0. ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഒമേഗ ഡി ഈസ് ഫാർ അവേ ഫ്രം, അപ്പോൾ ഇറ്റ്സ് വെരി വെരി ഗ്രേറ്റർ ദാൻ നാച്ചുറൽ ഫ്രീക്വൻസി. ഇതാണ് കേസ്. അതായത് സിസ്റ്റത്തിൻ്റെ ഫ്രീക്വൻസിയും ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഡിഫറൻ്റ് ആണ്, വെരി മച്ച് ഡിഫറെൻറ്റ്, ഫാർ ഫ്രം നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു? എം ഇൻറ്റു ഡി സ്ക്വയർഡ് എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? F0 cos omega t. This is the differential equation for forced oscillator. ഇതിൽ എക്സിൻ്റെ സൊല്യൂഷൻ, എക്സിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? ഇറ്റ് ഈസ് ഈക്വൽ എ ഇൻറ്റു കോസ് ഒമേഗ ഡി ടി പ്ലസ് 5. ഇവിടെ നോക്കുന്നത് കണ്ടോ, ഫ്രീക്വൻസിയുടെ വാല്യൂ ഒമേഗ ഡി ആണ്. എന്താ കാരണം അറിയോ? സിസ്റ്റം ഏത് ഫ്രീക്വൻസിയിലായിരുന്നാലും നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അല്പസമയത്തിനകത്ത് ആ സിസ്റ്റം ഏത് ഫ്രീക്വൻസി സ്വീകരിക്കും? ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിലേക്ക് എത്തും. ആരാണോ ഡിസ്റ്റർബ് ചെയ്യുന്നത് അയാളുടെ ഫ്രീക്വൻസിയിലേക്ക് വരുമെന്നാണ് കേട്ടോ. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു F0 ബൈ എം സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ഓൾ റേസ്ഡ് ടു 1/2. നിങ്ങൾ NCERT ബുക്ക് നോക്കണം. അതാണ് ഇക്വേഷൻ. ഇതിൽ നമ്മൾ പറഞ്ഞത് ബിയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0. ബിയുടെ വാല്യൂ 0 ആയാൽ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വരും? ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു F0 ബൈ കമോൺ ദ ബി ഡാമ്പിംഗ് ഫാക്ടർ, അതായത് റെസിസ്റ്റീവ് ഫോഴ്സ് കമ്പാരിറ്റീവ്ലി വെരി സ്മോൾ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ F0 ബൈ എം സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ ഓൾ സ്ക്വയർ ഓൾ റേസ്ഡ് ടു 1/2 ആണല്ലോ. കാരണം ഈ സെക്കൻഡ് ടൈം എന്തായി പോയി? 0 ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു F0 ബൈ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് വരും. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ നോക്കൂ, ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? F0 എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ മാക്സിമം വാല്യൂ എം മാസ് ഓഫ് ദ ബോഡി ഒമേഗേനെയും ഒമേഗ ഡിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒമേഗയുടെ വാല്യൂ ഒമേഗ ഡിയോട് ഈക്വൽ ആയാൽ ഞാൻ പറഞ്ഞു അതിനെ റെസണൻസ് എന്നാണ് പറയുക. അപ്പോൾ ഡാമ്പിംഗ് വളരെ വളരെ കുറവാണ്. അതായത് മീഡിയത്തിൽ റെസിസ്റ്റീവ് ഫോഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നിട്ട് ഒമേഗ ഡിയോട് ഈക്വൽ ആയാൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? നോക്കൂ, ഈ ലോവർ ടേം ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ 0 വന്നാൽ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഡാമ്പിംഗ് വെരി സ്മോൾ, ദെൻ വെൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി, അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആവും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു സിമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് മീൻ പൊസിഷൻ, ഇതാണ് എക്സ്ട്രീം പൊസിഷൻ. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആവാന്ന് പറയുന്ന മീനിങ് എന്താ? ഇവിടുന്ന് ഇവിടേക്ക് പോകുന്ന ദൂരം മാക്സിമത്തിലോട്ട് പോയി എന്നല്ലേ മീനിങ്. എന്താ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ? എക്സ്റ്റേണലി ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡാമ്പിംഗ് ഇല്ല, ഒമേഗയുടെ വാല്യൂ ഒമേഗ ഡിയോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിലാണ് ഇങ്ങനെ സംഭവിക്കുക. പക്ഷെ നമുക്കറിയാം നമ്മൾ എപ്പോഴാണ് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് കൊടുക്കുന്നത്? കമോൺ, ഡാമ്പിംഗ് ഉള്ള സമയത്തല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഓരോരോ സൈക്കിളും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് ഉള്ള കേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡാമ്പിംഗ് ഇല്ലാത്ത കേസിൽ നമ്മൾ പീരിയോഡിക് ഫോഴ്സ് കൊടുത്താൽ ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആയി പോകുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ കണ്ടീഷൻ ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ദിസ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് വെൻ ബി ഈസ് അപ്രോക്സിമേറ്റ്ലി 0. ദെൻ ഇൻ ദിസ് കേസ് വെൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് ഇൻഫിനിറ്റി. ഇപ്പോൾ പ്രാക്ടിക്കലി ഇത് പോസിബിളും അല്ല. കാരണം എന്താ അറിയോ? ഡാമ്പിംഗ് ഉള്ള കേസിലാണ് നമ്മൾ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യാറുള്ളൂ.
മനസ്സിലായോ? അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമ്മൾ പറയുമ്പോൾ ഒരു വലിയ വാല്യൂ എന്ന് പറയുന്നു, പക്ഷേ ഒമേഗയുടെയും ഡിയുടെ വാല്യൂ ഈക്വൽ ആയാൽ പോലും ആംപ്ലിറ്റ്യൂഡ് ഇൻഫിനിറ്റി പോകുന്നില്ല. അതിന് കാരണം ഇവിടെ എന്തുണ്ട്? ഡാമ്പിംഗ് ഉണ്ട്. ഡാമ്പിംഗ് ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് നോക്കാം. യെസ്, നോക്കൂ, നമുക്ക് ആംപ്ലിറ്റ്യൂഡും ടൈമും തമ്മിലുള്ള ഗ്രാഫ് നോക്കാം. ആംപ്ലിറ്റ്യൂഡും ടൈമും. ഇപ്പോൾ ഒമേഗയുടെ വാല്യൂ ഇതാ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി വരുന്നു. ഈ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി വന്നാൽ എന്ത് സംഭവിക്കും? ഇത് ആംപ്ലിറ്റ്യൂഡിനൊരു വാല്യൂ ഉണ്ട്. പക്ഷേ വെൻ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി വരുന്ന കേസിൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ നോക്കും നിങ്ങൾ, ഇൻഫിനിറ്റി പോകുന്നു. വെരി ലാർജ് വാല്യൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിയുടെ വാല്യൂ 0 വരണം. ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി വന്നാൽ എന്ത് സംഭവിക്കുന്നു? ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് എല്ലാ സിസ്റ്റത്തിലും ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ബി നോട്ട് ഈക്വൽ ടു 0 ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി വന്നാൽ എന്ത് സംഭവിക്കും? അങ്ങനെ വന്നാൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങളൊന്നുകൂടെ ഓർമ്മിക്കൂ. F0 ബൈ ഒമേഗ ഈക്വൽ ടു ഒമേഗ ഡി ആയതുകൊണ്ട് ആ ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, എം സ്ക്വയർ ഇൻറ്റു ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ ഡി സ്ക്വയർ, ആ ടേം 0 ആയിപ്പോയി. ബാക്കി എന്താ ഉണ്ടാവുക? ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ഓൾ റേസ്ഡ് ടു 1/2. അപ്പോൾ ഒമേഗ ഡി സ്ക്വയർ ബി സ്ക്വയർ ഓൾ റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ ഒമേഗ ഡി ബി എന്നല്ലേ വരിക. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് കാണാനുള്ള പുതിയ ഇക്വേഷൻ. എപ്പോൾ ഇത് എപ്പോൾ വരുന്ന കണ്ടീഷനാണ് നിങ്ങൾ പറയൂ? ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആംപ്ലിറ്റ്യൂഡ് വെൻ ബി നോട്ട് ഈക്വൽ ടു 0. ബി നോട്ട് ഈക്വൽ ടു 0 മീൻസ് സം റെസിസ്റ്റീവ് ഫോഴ്സസ് ആർ ദർ ഇൻ ദ മീഡിയം. പക്ഷെ ഒമേഗയുടെ വാല്യൂ ഒമേഗ ഡിയോട് ഈക്വൽ ആണ്. ഓക്കെ, ഈ സിറ്റുവേഷനെ നമ്മൾ പറയുന്ന പേരാണ് റെസണൻസ്. ഇപ്പം എന്താ റെസണൻസ് എന്ന് പറഞ്ഞാൽ? ഡാമ്പിംഗ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബി ഹാസ് സം വാല്യൂ. ഓക്കെ, അതിൽ തന്നെ ഒമേഗയുടെ വാല്യൂ ഒമേഗ ഡിയോട് ഈക്വൽ ആവുന്ന കേസുകൾ വരാം. അങ്ങനെ വന്നാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെസണൻസ്. ഇപ്പം എന്താണ് റെസണൻസ് എന്ന് പറഞ്ഞാൽ? റെസണൻസ് എന്ന് പറഞ്ഞാൽ ദ ഫിനോമിനൻ ഓഫ് ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് വെൻ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ക്ലോസ് ടു നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ഓസിലേറ്റർ ഈസ് കാൾഡ് റെസണൻസ്. നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിളിലൂടെ ഭംഗിയായിട്ട് പറഞ്ഞുതരാം വാട്ട് ഈസ് റെസണൻസ്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് റെസണൻസ് എന്ന് പറഞ്ഞാൽ? ഡാമ്പിംഗ് ഉണ്ട്, ബി നോട്ട് ഈക്വൽ ടു 0, ദെൻ ഇൻ ദാറ്റ് കേസ് ഒമേഗ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒമേഗ ഡി. അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും കൂടെ ഈക്വലായി വരുന്ന കേസ് വരാം. അങ്ങനെ വന്നാൽ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ F0, ഒമേഗ ഡി ആൻഡ് ബി. ദിസ് ഫിനോമിനൻ ഈസ് കാൾഡ് റെസണൻസ്. NCERT ബുക്കിൽ ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഉണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കൂ, ഇതാ ഇവിടെ ഞാൻ ഫിക്സ് ചെയ്തു, റിജിഡ്ലി ക്ലാമ്പ് ചെയ്തു, ഇവിടെയും ക്ലാമ്പ് ചെയ്തു. ഇതൊരു സ്ട്രിങ് ആണ്, ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രിങ്. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 1 2 3 4 5 5 പെൻഡുലസ്. പെൻഡുലം നമ്പർ 1, പെൻഡുലം നമ്പർ 2, പെൻഡുലം നമ്പർ 3, പെൻഡുലം നമ്പർ 4, പെൻഡുലം നമ്പർ 5. 5 പെൻഡുലങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നോക്കൂ, ഈ 1നും 4നും ഒരേ ലെങ്ത്താണ്. L1 ആൻഡ് L4 ആർ ഈക്വൽ. ബാക്കിയുള്ള ലെങ്ത്തുകളെല്ലാം ഡിഫറൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ ചെയ്യുന്ന കാര്യം 1 എന്ന് പറഞ്ഞ പെൻഡുലം, ഇയാളെ ഞാൻ ഒന്നങ്ങ് ഡിസ്റ്റർബ് ചെയ്തു. അപ്പോൾ ആ പെൻഡുലം ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അയാളെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഇതാണ്, ദിസ് മച്ച് ആണ് അയാളുടെ ആംപ്ലിറ്റ്യൂഡ്. അയാൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അയാളാണ് ഡ്രൈവർ. അയാളെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തു, അയാൾ ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അയാൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ട്രിങ് ഉണ്ടല്ലോ ഇവിടെ, ഈ സ്ട്രിങ്ങിലൂടെ എനർജി എല്ലാ പെൻഡുലങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ ഡ്രൈവർ 1 ആണ്. അപ്പോൾ അയാളുടെ ടൈം പീരീഡ് നമുക്കറിയാം, T1 ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L1 ഡിവൈഡഡ് ബൈ G. അപ്പോൾ അയാളുടെ ഫ്രീക്വൻസി nu1 ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് G ബൈ L1.
അതാണ് ഇയാളുടെ നാച്ചുറൽ ഫ്രീക്വൻസി. ν1 ഈസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് 1. ആ ഫ്രീക്വൻസിയിലാണ് അയാൾ ഓസിലേറ്റ് ചെയ്യുന്നത്. അയാൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെല്ലാം ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം 1 ആണ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി 1/2π√G/L1 ആണ്. ആണല്ലോ. ഈ സ്ട്രക്ചർഡ് സ്ട്രിങ്ങിലൂടെ മറ്റുള്ള പെൻഡലങ്ങളിലേക്ക് എനർജി വന്നു. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്താൽ ഒരു കാര്യം മനസ്സിലാവും. 2, 3, 4, 5, that is all other pendulas vibrate with same frequency of 1. 1 ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ആണോ നടത്തുന്നത് അതേ നമ്പർ വൈബ്രേഷൻസ് തന്നെയായിരിക്കും 2ഉം 3ഉം 4ഉം 5ഉം ചെയ്യുന്നത്. കാരണം ഡ്രൈവർ ആരാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഓസിലേറ്റ് ചെയ്യുന്ന അതേ ഫ്രീക്വൻസിയിൽ തന്നെ 2ഉം 3ഉം 4ഉം 5ഉം ഓസിലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആയോ? ഇനി ഒന്നും കൂടെ നിങ്ങൾ ക്ലോസ് ആയി ഒബ്സർവ് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ 2 വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അയാളുടെ ഫ്രീക്വൻസി ഇയാളുടെ ഫ്രീക്വൻസിയോട് ഈക്വൽ ആണ്. എഗ്രീഡ്. പക്ഷേ അയാളുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഈസ് വെരി വെരി സ്മോൾ. ആരുടെ? ഇയാളുടെ. നോട്ട് ഓൺലി ദാറ്റ്, ഇയാളുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷനും വെരി 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 സ്മോൾ. 5ൻ്റെ ഫ്രീക്വൻസിയും 1നോട് സെയിം ആണ്. കാരണം എന്താണെന്നറിയാലോ? ഫോഴ്സ്ഡ് ഓസിലേഷനാണ്. പക്ഷേ ഇയാളുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ കുറവാണ്. ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് അറിയാമോ? ഇതിൽ ഓൺലി ദിസ് 4 വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. എന്താ കാരണം എന്നറിയാമോ? 1ൻ്റെ ലെങ്ത്തും 4ൻ്റെ ലെങ്ത്തും സെയിം ആണ്. അപ്പോൾ ഇയാളാണ് ഡ്രൈവർ എങ്കിൽ അയാളുടെ ഫ്രീക്വൻസിയും ഇയാളുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിൽ എന്ത് നടക്കും? റെസൊണൻസ് നടക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ 1 ഓസിലേറ്റ് ചെയ്യുന്ന അതേ ആംപ്ലിറ്റ്യൂഡ് അത്രയും ഉണ്ടാവില്ല, അതിനേക്കാൾ ഇത്തിരി കുറവാണ്. എന്നാലും 1 ഓസിലേറ്റ് ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡുമായി കമ്പയറബിൾ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാൻ കഴിയുന്നത് 4ന് മാത്രമാണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ബാക്കി 2ഉം 3ഉം 4ഉം 5 എല്ലാവരുടെയും ഫ്രീക്വൻസി 1നോട് സെയിം ആയിരിക്കണം. നോ ഡൗട്ട്. ഈവൻ ദോ ദെയർ ലെങ്ത്സ് ആർ ഡിഫറെൻറ്റ്. പക്ഷെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആവില്ല. ആംപ്ലിറ്റ്യൂഡ് 1നുമായി കമ്പയറബിൾ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യാൻ ആർക്കേ മാത്രമേ പറ്റൂ? 4ന് മാത്രമേ പറ്റൂ. ബിക്കോസ് ദർ ഈസ് റെസണൻസ് ബിറ്റ്വീൻ ദിസ് 1 and 4. ഓർമ്മിച്ചോളൂ, 2ഉം 1ഉം തമ്മിൽ റെസണൻസ് ഇല്ല. 3ഉം 1ഉം തമ്മിലും റെസണൻസ് ഇല്ല. 5ഉം 1ഉം തമ്മിലും റെസണൻസ് ഇല്ല. പക്ഷെ 4ഉം 1ഉം തമ്മിൽ റെസണൻസ് ഉണ്ട്. കാരണം അവരുടെ നാച്ചുറൽ ലെങ്ത്തുകൾ സെയിം ആണ്. അതുകൊണ്ട് ഇയാളുടെ ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും ഇയാളുടെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണ്. ദാറ്റ് ഈസ് റെസണൻസ്. മനസ്സിലായല്ലോ? കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, സോൾജേഴ്സ് മാർച്ച് ചെയ്യുന്ന ഒരു കേസൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ക്ലാമ്പ് ചെയ്തിരിക്കുകയാണ്. ഗിർഡേഴ്സിൻ്റെ മുകളിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബ്രിഡ്ജ്. ദെൻ നമ്മൾ ഈ ബ്രിഡ്ജിലൂടെ നടക്കുന്ന സമയത്ത് സംഹൗ ദ ബ്രിഡ്ജ് വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റണമെന്നില്ല. നമ്മളതിൽ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കിൾസ് ഇൻ ദാറ്റ് ബ്രിഡ്ജ് ഓസിലേറ്റ്സ്. അപ്പോഴാണ് ആര് വരുന്നത്? സോൾജേഴ്സ് വരുന്നത്. നമുക്കറിയാം സോൾജേഴ്സിൻ്റെ ആ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ റിതമിക്കാണ്. അപ്പോൾ സോൾജേഴ്സ് അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവർ ഒരു സ്റ്റെപ്പ് വെക്കാൻ എടുക്കുന്ന ടൈം പീരീഡ് അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി നമ്മുടെ ബ്രിഡ്ജിൻ്റെ ഫ്രീക്വൻസിയോട്, ബ്രിഡ്ജ് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫ്രീക്വൻസിയോട് മാച്ച് ആയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? ബ്രിഡ്ജ് വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി കുറവുള്ളൊരു ബ്രിഡ്ജ് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് റെസണൻസിൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഡോറ് അല്ലെങ്കിൽ വിൻഡോയിൽ നമ്മൾ ഗ്ലാസ് ഇട്ടണമെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിനൊരു ക്ലാമ്പിംഗ് ലെങ്ത് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ലെങ്ത്തിലാണല്ലോ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്താൽ അത് കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അറിയാം നിങ്ങൾക്ക്? അതിന് ചുറ്റുമുള്ള എയർ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഗ്ലാസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്ത ഫ്രീക്വൻസിയും സെയിം ആണ്. അപ്പോൾ അവർ തമ്മിൽ എന്തായി? ഫോഴ്സ്ഡ് ഓസിലേഷനായി. ദെൻ ആ എയർ വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ചെവിയുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും അതുപോലെ ആ ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും സെയിം ആണ്. ഇതിലൊരു ഇഷ്യൂ വരാം. സപ്പോസ് ആ ഗ്ലാസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും നമ്മുടെ
ഡ്രമ്മിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി സെയിമായി വന്നാൽ എന്ത് സംഭവിക്കും അറിയോ? ലാർജ് ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഒരു പക്ഷേ നമ്മുടേത് ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വലിയ വെടിക്കെട്ടുകളൊക്കെ കേട്ടില്ലേ, ഭയങ്കര വലിയ ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കെമിക്കൽ എനർജി ഉപയോഗിച്ച് നമ്മൾ എയർ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റർബ് ചെയ്യണം. അപ്പോൾ ആ എയർ പാർട്ടിക്കിൾസ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അവർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ അയാൾ തൊട്ട ആൾക്ക് എനർജി കൊടുക്കും, അടുത്ത ആൾക്ക് എനർജി കൊടുക്കും, അടുത്ത ആൾക്ക് എനർജി കൊടുക്കും. അങ്ങനെയാണ് വേവ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്, ട്രാൻസ്ഫർ ഓഫ് എനർജി. ആക്ച്വലി പാർട്ടിക്കിൾസ് അവിടെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ എനർജി എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ ആ എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും നമ്മുടെ ഓൾറെഡി നമുക്കൊരു ഡയഫ്രം ഉണ്ട്, ആ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി മാച്ച് ആയാൽ റെസൊണൻസ് നടക്കുകയും ചിലപ്പോൾ നമ്മുടെ ചെവി പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ റെസൊണൻസ് ഭയങ്കര കോൺസിക്വൻസുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ട് ഒന്നും കൂടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷ്ഡായി. ഇപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓസിലേഷനാണ് പഠിപ്പിച്ചത്. അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഇൻ വിച്ച് ആംപ്ലിറ്റ്യൂഡ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം, m×d²x/dt² പ്ലസ് kx = 0. സൊല്യൂഷൻ നമ്മൾ സൈൻ വെച്ചോ കോസ് വെച്ചോ പറയാം. ദെൻ രണ്ടാമത് നമ്മൾ പഠിപ്പിച്ചു ഡാംപ്ഡ് ഓസിലേഷൻ. എന്താ ഡാംപ്ഡ് ഓസിലേഷൻ? ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന ഓസിലേഷനെയാണ് നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുക. അവിടെ ഇക്വേഷൻ എന്താണ്? m×d²x/dt² പ്ലസ് b×dx/dt പ്ലസ് kx = 0. അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഇക്വേഷൻ? x = a' × cos ωd പ്ലസ് 5. അതിൽ എയുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ a0 e⁻⁻b/2m × t ആണല്ലോ. ദെൻ തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ്. ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായത്തോടെയുള്ള വൈബ്രേഷനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയുക കേട്ടോ. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നത് എ കൈൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? എൻ്റെ വോക്കൽ കോഡ് എയർ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എൻ്റെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയോട് കമ്പാരബിൾ ആണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെവിയുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും ആരോട് സെയിം ആയിരിക്കും? എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയോട് സെയിം ആയിരിക്കും. അത് ആരോട് സെയിം ആയിരിക്കും? എൻ്റെ വോക്കൽ കോഡ് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയോട് സെയിം ആയിരിക്കും. അപ്പോൾ എൻ്റെ വോക്കൽ കോഡും നിങ്ങളുടെ ഡയഫ്രവും തമ്മിൽ എന്താണെന്ന് പറയാം? നമുക്ക് ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളിനി പഠിക്കും ഫ്യൂച്ചറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നുള്ള കൺസെപ്റ്റ്. അവിടെയും അത് ഫോഴ്സ്ഡ് ഓസിലേഷനാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഈ ടേബിൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നു, നിങ്ങൾ സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് കേൾക്കാൻ കാരണം എന്താ? ഈ പാർട്ടിക്കിൾസ്, വുഡൻ പാർട്ടിക്കിൾസ് നമ്മുടെ ചെവിയിലേക്ക് വരുന്നുണ്ടോ? നോ. എന്ത് സംഭവിക്കുന്നു? വുഡൻ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതുമായി സറൗണ്ട് ചെയ്തിരിക്കുന്ന എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നു, ഫോഴ്സ്ഡ് ഓസിലേഷൻ. അവർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു, ഫോഴ്സ്ഡ് ഓസിലേഷൻ. അപ്പോൾ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെക്കാനിക്സിൽ വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എപ്പിസോഡ് കൂടെ നമുക്കുണ്ടാവും. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കൂടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരും. ഞാൻ കുറച്ച് ടഫായ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് തരാം. ദെൻ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവായിട്ട് കമ്പൈൻഡ് ചെയ്യാൻ ഡിസ്കഷനിൽ കാണും. ഓക്കെ, താങ്ക് യു.